ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു ടേസ്റ്റി നിബിൾ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. റെഡി ടു ഈറ്റ് എന്നാണ് ഉമ്മ പറയുന്നത്. റെഡി ടു ഈറ്റ് എന്ന് വെച്ചാൽ അത് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 3 അല്ല 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തരും എന്നാണ് ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തരാൻ പറ്റും. അത് അപ്പൊ നമ്മൾ വാങ്ങിച്ചേക്കുന്നതെന്ന് പറഞ്ഞാല് കാണിച്ചു തരാം. അപ്പൊ ഈ സാധനമാണ് നമ്മളതിലുള്ളത്. അപ്പൊ നമ്മളെ ഈ സാധനമാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് ആണ്. 3 മിനിറ്റ് കൊണ്ട് കാര്യം നടക്കും. അപ്പൊ ഇത് കൊള്ളാമോ എന്താ ഞാൻ പറഞ്ഞുതരാം. ഇത് കടായി ചിക്കൻ, ഇത് ഗീ റൈസ്. അതെ, കടായി ചിക്കനും ഗീ റൈസും ആണ്. അപ്പൊ ശരിക്കും ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ടേസ്റ്റോട് കൂടി അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ടേസ്റ്റോട് കൂടി കഴിക്കുന്നതാണ്. ഓരോന്ന് ഓപ്പൺ ചെയ്യും, വാവ് എന്ന് പറഞ്ഞ് കഴിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ വാവ് എന്ന് പറഞ്ഞ് കഴിക്കൂല. വാവ് ആണെങ്കിൽ മാത്രമേ വാവ് ആക്കുള്ളൂ, ഇല്ലെങ്കിൽ ആക്കൂല. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇത്, എനിക്ക് ഇഷ്ടപ്പെടുമോ, ഇവന് ഇഷ്ടപ്പെടുമോ, എന്താണ് ഇത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത്ര വെള്ളം മതി. ഇത്ര വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നോക്കാം. എന്നിട്ട് ഇത് പറഞ്ഞ പ്രകാരം ഞാൻ അതിലോട്ട് എടുത്ത് എറിയുന്നു. അപ്പം വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പം ഇത് ഇവൻ ഓപ്പൺ ചെയ്തൊരെണ്ണം ഓപ്പൺ ചെയ്ത്, അപ്പോൾ അതിനകത്തൊരു മാനുവലൊക്കെ ഉണ്ട്. അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും ഐറ്റംസാണ് അതിലുള്ളതെന്നൊക്കെയാണ് കാണിക്കുന്നത്. അത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ സംഭവം ഇതാണ് അതിൻ്റെ ആ ഒരു കവർ, വെള്ളത്തിൽ മുക്കേണ്ട കവർ ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ മുക്കാം. ഇപ്പം സമയം പറഞ്ഞാൽ 1:43, 3 മിനിറ്റ് അല്ലേ? 46 അല്ലേ? എനിക്ക് പനിയാണ്. അങ്ങനെയൊന്നും ഇട്ട് ഇളക്കണ്ട, വിട്. അപ്പൊ നമ്മളിത് പരിപാടി ടേസ്റ്റി നിബിൾസ്. അപ്പൊ നമ്മളെ പരിപാടി ടേസ്റ്റി നിബിൾസ് വെള്ളത്തിൽ മുക്കുക. അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് ഇതാണ് അതിന്റെ ഒരു കവർ, ഒരു നല്ല കട്ടിയുള്ള കവറാണ്. അപ്പൊ ഈ കവർ ഇങ്ങനെ എടുത്തിട്ട് വെള്ളം തിളച്ച് അത് ഓഫാക്കി, തീ ഓഫാക്കി ഇങ്ങനെ എടുത്തിട്ട് ആവിയായി പോയി ഇട്ട് മലത്തി അടിച്ച് നെച്ചോറിനെ മലത്തി അടിച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ പൊട്ടിക്കും. അത് നീയാണ് പൊട്ടിച്ചത്. ഇത് ഞാൻ പൊട്ടിക്കും. ഇവിടെ അങ്ങോട്ട് മൂത്തവര് വാങ്ങിച്ചങ്ങോട്ട് പൊട്ടിച്ചാൽ എന്റെ ചെലവില് ഞാൻ വാങ്ങിച്ചത്. അടുത്തൊരു സമയമില്ല, പെട്ടെന്നാവട്ടെ. നമ്മൾ ഇന്നത്തെ പരിപാടി ഇത് കടായി ചിക്കൻ വെള്ളത്തിലാണ്. ഇതിങ്ങനെ എടുത്ത് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ക്യാമറ വലിയ നല്ല സ്റ്റാൻഡൊന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റും. അപ്പൊ അതും ഇങ്ങനെ എടുത്ത് ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇടണം. ഡബിൾ കാണിച്ചു തരാം. എന്നിട്ടത് എടാ എത്ര മിനിറ്റ് ആയെന്ന് പോയി നോക്ക്. സാധാരണ എനിക്ക് സമയം നോക്കാൻ പോലും ഇത് ഈ ടൈമർ ഓടുന്ന നോക്കിയാൽ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓൾ സെറ്റ്. അപ്പൊ നമ്മളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് ഞാൻ അങ്ങോട്ട് കടായി ചിക്കൻ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ഇറക്കുക. പറയണം എന്തോന്നാണ് ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് എന്നുള്ളത് അറിയണമല്ലോ. കുറെ പേര് റിവ്യൂ ഇട്ടേക്കുന്നത്, അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ. അവര് മണങ്ങൾ കേൾക്കുന്നു. ആ സൈഡിലോട്ട് അടുത്തത് നീ ചോറ്. പക്ഷെ ഇതിന്റെ ഒരു സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഒന്നും ഭയങ്കര സംഭവമൊന്നും അല്ല. അതാ ഒരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ചിക്കൻ പീസ് ഉണ്ടോ? പീസ് ഇത് ഒരു കവർ 150 രൂപയാണ്. 150 രൂപയ്ക്ക് എനിക്കറിയാം വയ്യ ഇത് മുതലായ ഇല്ലെന്നൊന്നും.
റൈസ്. അതിൽ തട്ട്. ഈ റൈസ് ഇവിടെ അങ്ങനെ 150 രൂപയുടെ ചോറാണ്. നമ്മള് വലിയ പാത്രമൊക്കെ എടുത്ത് നമ്മള് വലിയ ചരിവൊക്കെ എടുത്താണ്. കൈ ചൂടില്ലേ? ചൂടില്ല. ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ അവിടെ ഇട്ടാ അത് അവിടെ തെറ്റിക്കരുത്. അത് പതുക്കെ ഇങ്ങനെ ഇളക്കിയത്. സത്യം പറയല്ല ഭയങ്കര, പക്ഷെ എനിക്കെന്തോ അത്ര ഒരു തൃപ്തിയില്ല. നീ കഴിച്ചു നോക്കട്ടെ. വിട് മതി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത് അവരെ ഒരാൾക്ക് കണക്കാക്കിയായിരിക്കും. ഇത് രണ്ടും മീമിട്ട് ഞാൻ പൊളിക്കും. നീ ഇത് പിന്നെ ചോറ് ഒട്ടും കളയില്ലേ തട്ടിയത്. അടുത്തത് ചിക്കനാണ്. കടായി ചിക്കൻ. ഇനി കഴിച്ചും കൂടെ നോക്കട്ടെ. നോക്കുമ്പോ കമന്റിന് ടേസ്റ്റ് ബുൾസിന്റെ മാനേജർ വന്നിട്ട് കേട്ടിട്ട് എനിക്ക് നാക്കിന്നൊക്കെ വെള്ളം വരണം. സത്യം പറഞ്ഞാൽ ഒന്നും അറിയാൻ വയ്യ. ഭയങ്കര ഇതൊന്നും ഇല്ല. നിനക്ക് അതിന് വല്ലതും അറിയാമോ? ഇഷ്ടമല്ലേ? അതിഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾ വന്ന് കഴിച്ചു നോക്കാം. എനിക്ക് ഞാൻ ഇതിപ്പോ ഒരുപാട് അങ്ങ് കഴിക്കാന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ച് വെള്ളത്തിലൊക്കെ ഇടുമ്പോ കുറച്ചുകൂടെ ഒന്ന് കുതിർന്നിട്ട് ഒന്ന് പെരുവി വരുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊന്നും വെച്ചില്ല. റിവ്യൂ പറയാനാണെങ്കിൽ 10 ഞാൻ 10 9 കൊടുക്കും. 10 6 5.5. ആഹാര സാധനമായതുകൊണ്ട് ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ഇത്രയും ആൾക്കാർ ഒരുപാട് റിവ്യൂ ഒക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്കൊന്നുമില്ല. നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊന്നും ഇതങ്ങനെ. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞത് മറ്റേ ഹോസ്റ്റലിൽ പോകുമ്പോഴത്തേക്കും നിൽക്കുമ്പോൾ അവർക്ക് ഹോസ്റ്റലിലെ പിള്ളേർക്ക് പറ്റുമെന്ന്. പക്ഷെ അത്രയും അത്യാവശ്യമാണെങ്കിൽ ഓക്കെ. ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് നല്ല വിശന്ന് നമുക്ക് കുക്ക് ചെയ്യാനേ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ ഇത് നല്ലത് തന്നെ. ആൾക്കാരും കടയിൽ നിന്ന് വാങ്ങാം. ഇപ്പൊ കടയെല്ലാം ഹർത്താലാണ്, അവധിയാണ്, അല്ലെങ്കിൽ കൊറോണയും വരാതിരിക്കട്ട് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് കഴിക്കാം. അല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് ചോറും ഇഷ്ടപ്പെട്ടു, കറിയും ഇഷ്ടപ്പെട്ടു. നീ എത്ര കൊടുക്കും? 10 9. ഞാൻ 10 5.25. ഇനി ഇതിന്റെ ആൾക്കാരൊക്കെ നമ്മളെ കണ്ടിട്ട് എന്തോന്ന് വല്ല പ്രശ്നം വരുമോ നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് നമ്മളെ റിവ്യൂ പറഞ്ഞൂടെ? അപ്പൊ നമ്മൾ കഴിച്ചിട്ട് കാണാം. സത്യം പറയാൻ തൃപ്തിയില്ല. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇൻസ്റ്റന്റ് പാലട പായസം മിക്സ്, ഇൻസ്റ്റന്റ് കുടുംബ പായസം മിക്സ്. കുടുംബ പായസം എവിടെ? ഉമ്മയുടെ അഭിപ്രായത്തിൽ അമ്മ ഒരു 10ന് 5.5 അല്ലേ, 5.25. ഞാൻ പക്ഷെ ഇപ്പൊ ഫുള്ള് കഴിച്ചു തീർന്നുകൊണ്ട് 10ന് 10 ഞാൻ കൊടുത്ത് കഴിച്ചു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരു തൃപ്തിയും ഇല്ല. എനിക്ക് ഇനി ഒരു 10 കവർ കിട്ടിയ ആ കവർ മൊത്തം ഞാൻ തിന്നു.
ആദ്യത്തെ ഒരു ബഹളമൊന്നും കാണാനില്ല എന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ വാങ്ങിക്കും, കാരണം ഇവൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതാണ് നമ്മളിപ്പോ റിവ്യൂ പറയാനാണല്ലോ ഇത് വാങ്ങിയത്, അതാണ് അതിന്റെ റിവ്യൂ. ഞാൻ 10ൽ 5.25, അവൻ 10ൽ 10. ഓക്കെ, അപ്പം നിങ്ങക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വാങ്ങാതിരിക്കാം. പക്ഷെ കൂടുതലുണ്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കല്ലേ, രുചിയൊക്കെ അങ്ങനെയല്ല. ഒരു ഭയങ്കര രുചിയില്ല, ഭയങ്കര കൊള്ളാതെ ഇല്ല, ഒരു ഇടയ്ക്ക്. അതായത് ഞാൻ പറഞ്ഞില്ലേ 5.25 ആ രീതിയിൽ കൊള്ളാം. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പം ഉമ്മാക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കും, എനിക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കും. ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.